നമസ്തേ രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. To take immediate step to address the long-standing issue, ASHA workers must be provided with fixed monthly salary in addition to their incentives, ensuring fair compensation for their invaluable services. ആശാ സമരം പാർലമെന്റിൽ രാജ്യസഭയിൽ ഉന്നയിച്ച BJP നേതാവ് രേഖാ ശർമ്മ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രം ഇടപെടണമെന്നും ആവശ്യം. സമരം ശക്തമാക്കാൻ ആശമാർ. മാർച്ച് 17 സെക്രട്ടേറിയറ്റ് ഉപരോധം. അധിക്ഷേപിച്ച CITU നേതാവിന് വക്കീൽ നോട്ടീസ്. പരസ്യമായി ക്ഷമാപണം നടത്തണമെന്നാവശ്യം. പുതിയ വിദ്യാഭ്യാസ നയത്തെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. ത്രിഭാഷാ നയത്തെ എതിർത്ത DMK MPമാർ. DMKയുടെ നീക്കം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ വസതിയിൽ ED റെയ്ഡ്. മകൻ ചൈതന്യ ബാഗേലിന്റെ വസതിയിൽ ഉൾപ്പെടെ 14 ഇടങ്ങളിൽ പരിശോധന. നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരമേൽക്കും. ലിബറൽ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം 85% വോട്ട് നേടി. സിറിയയിലെ ആഭ്യന്തര കലാപത്തിന് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെന്ന താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽഷാറ. കലാപത്തിൽ ഇതിനകം കൊല്ലപ്പെട്ടത് 1000-ലേറെ പേർ. വിശദമായ വാർത്തകളിലേക്ക്. ആശാവർക്കർമാരുടെ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച് ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖാ ശർമ്മ. തൊഴിലിനനുസരിച്ചുള്ള വേതനം ആശമാർക്ക് ലഭിക്കുന്നില്ലെന്നും കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഓണറേറിയം പലപ്പോഴും കിട്ടാറില്ലെന്നും രേഖാ ശർമ്മ കൂട്ടിച്ചേർത്തു. ലോക്സഭയിൽ KC വേണുഗോപാലും VK ശ്രീകണ്ഠനും വിഷയം ഉന്നയിച്ചു. Sir, I urge the government to take immediate step to address the long-standing issue. ASHA workers must be provided with fixed monthly salary in addition to their incentives, ensuring fair compensation for their invaluable services. Moreover, they should be brought under the coverage of social security schemes such as employee state insurance, health insurance to safeguard their future. There is also need to set up structured mechanism to review their wages periodically and address grievances related to the payment delays. Honorable Chairman, sir, I urge the government to take decisive action and increase their salary to ensure that they continue to serve the nation without financial distress. പുതിയ വിദ്യാഭ്യാസ നയത്തെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. ത്രിഭാഷാ നയത്തെ എതിർത്ത DMK MPമാർ രംഗത്തെത്തി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് DMK ശ്രമിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. On the floor of the House, I mentioned this one. I am open to discussion any time. Let they come, let they discuss and let they agree what they have agreed. Nobody is imposing any language on anybody. Only that, again I can say, this opposition to 3 language formula is a political stand. They are staying in the state of denial. They don't have any concrete ideas and agenda. They have only politics. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെയും മകന്റെയും വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. മദ്യവിതരണത്തിന്റെ മറവിൽ 2161 കോടി രൂപ ബാഗേലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അനധികൃതമായി സമ്പാദിച്ചെന്ന കേസിലാണ് പരിശോധന. ഛത്തീസ്ഗഡിൽ ആകെ 14 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ചില നിർണായക വിവരങ്ങൾ EDക്ക് ലഭിച്ചതായാണ് സൂചന.
2019 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഛത്തീസ്ഗഡിൽ മദ്യം വിതരണം ചെയ്തതിൽ വലിയ അഴിമതി നടന്നതായി കണ്ടെത്തിയിരുന്നു. മദ്യവിതരണക്കാരിൽ നിന്ന് കമ്മീഷൻ പറ്റി ഔട്ട്ലെറ്റുകൾ വഴി കണക്കിൽപ്പെടാത്ത മദ്യവിതരണം ചെയ്തതായാണ് കേസ്. 2161 കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവുകൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഭൂപേഷ് ബാഗേലിന്റെയും മകൻ ചൈതന്യ ബാഗേലിന്റെയും വസതിയിലടക്കം ഛത്തീസ്ഗഡിൽ 14 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. ഭൂപേഷ് ബാഗേലിന്റെ മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരുന്ന കവാസി ലക്മയെ ഇതേ കേസിൽ കഴിഞ്ഞ ജനുവരിയിൽ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. മദ്യവിതരണക്കാരിൽ നിന്ന് 72 കോടി കൈപ്പറ്റിയ കവാസി ലക്മ ഈ പണം കോൺഗ്രസ് ഓഫീസ് നിർമ്മിക്കുവാനും മകന്റെ വീടിനുമായി ചെലവിട്ടതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. അതേസമയം പഞ്ചാബിലെ തന്റെ പ്രവർത്തനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയെന്നാണ് ഭൂപേഷ് ബാഗേലിന്റെ ആരോപണം. മഹാദേവ് ആപ്പുമായി ബന്ധപ്പെട്ട അഴിമതിയടക്കം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഭൂപേഷ് ബാഗേലും കൂട്ടരും നടത്തിയ അഴിമതിയിൽ വിവിധ അന്വേഷണ ഏജൻസികൾ വിശദമായി അന്വേഷണം നടത്തിവരികയാണ്. ജനം, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗറീഷ്യസ് സന്ദർശനം നാളെ ആരംഭിക്കും. സമുദ്ര സുരക്ഷയ്ക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമുള്ള ധാരണയ്ക്കാണ് സന്ദർശനത്തിൽ മുൻതൂക്കം നൽകുന്നത്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ സഖ്യരൂപീകരണത്തിൽ നിർണായക സ്ഥാനമാണ് മൗറീഷ്യസിന് ഭാരതം നൽകുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസിലെത്തുന്നത്. മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സാമ്പത്തിക രംഗം, സുരക്ഷ തുടങ്ങിയ മേഖലയിൽ ശക്തമായ സഹകരണം ഉറപ്പാക്കുന്നതിന് നിരവധി ധാരണകൾ സന്ദർശനത്തിൽ യാഥാർത്ഥ്യമാകും. പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനായി കാത്തിരിക്കുന്നത് എന്ന് മൗറീഷ്യസ് വിദേശകാര്യമന്ത്രി ധനഞ്ജയ് റംഫുൽ പറഞ്ഞു. India is a prominent leader as far as global south is concerned. We have our problems, the global south. We look for a platform for us to be able, for our voice to be heard. And I should thank PM Modi for the G20 summit. He took the initiative of inviting Mauritius as a guest for the G20 summit, right? And also, what is more important is he also took the initiative of making the African Union a member of the G20. So these are initiatives that we should all recognize where PM Modi has played an important role as being a global South leader to help the global South to express their grievances. ഗ്ലോബൽ സൗത്തിന്റെ ഭാഗമായി തങ്ങളുടെ ശബ്ദം ലോകത്തെ കേൾപ്പിക്കാൻ സാധിച്ചത് ഭാരതത്തിന്റെ പിന്തുണയോടെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികൾ ഉണ്ടാകുമെന്നും മൗറീഷ്യസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഭാരതം മൗറീഷ്യസിന്റെ പ്രധാന പങ്കാളിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാർച്ച് 12-നാണ് മൗറീഷ്യസിന്റെ ദേശീയ ദിനം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് കൂടി ചേർന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൺ, ഒരുപക്ഷെ ഏറെ നിർണായകമാകുന്നത് ഈ മൗറീഷ്യസുമായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ധാരണാപത്രങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സമുദ്ര സുരക്ഷയ്ക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ധാരണാപത്രങ്ങളാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വിഷ്ണു, ഇന്ത്യയുടെയും മൗറീഷ്യസിന്റെയും ബന്ധത്തിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു സന്ദർശനമായിരിക്കും പ്രധാനമന്ത്രി നാളെയും മറ്റന്നാളുമായി നടത്തുക എന്നതാണ് ഏറെ ഗൗരവത്തോടെ നമ്മൾ നിരീക്ഷിക്കേണ്ടത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, മാർച്ച് 12-ന് മൗറീഷ്യസിന്റെ ദേശീയ ദിനമാണ്. ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. അതൊരു ഔദ്യോഗിക ചടങ്ങ്, ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങ് തന്നെയാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു ഏറ്റവും സുപ്രധാനമായ ബന്ധം, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഏറ്റവും സുപ്രധാനമായ ബന്ധം സമുദ്ര സുരക്ഷ സംബന്ധിച്ചതും അതുപോലെ തന്നെ സമുദ്ര വാണിജ്യം സംബന്ധിച്ചുള്ള ധാരണകളുമാണ്. സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യൻ ഓഷനിലെ ദ്വീപ് രാഷ്ട്രവും അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷനിലെ സുപ്രധാന രാഷ്ട്രവുമായ ഈ 2 പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒരു നയതന്ത്രപരമായതും അല്ലാതെയുമായ വിശാലമായ ബന്ധം അനിവാര്യമാകേണ്ടതിന്റെ ഒരു സാധ്യതയുണ്ട്. അത്തരം ഒരു സാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ തരത്തിലുള്ള ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ധാരണകൾ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മൗറീഷ്യസുമായി ഭാരതം ഈ വലിയ സമുദ്രാതിർത്തി പങ്കിടുന്നു എന്നത് തന്നെയാണ്. ഈ സമുദ്രാതിർത്തി പങ്കിടുമ്പോൾ 30 ലക്ഷത്തോളം സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഈ വലിയ സമുദ്ര ഏരിയ തന്നെയുണ്ട്. ഈ ഏരിയയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു സുരക്ഷാ ഘടകമായി മാറുന്നത്. ഇരു രാജ്യങ്ങളുടെയും ഈ മേഖല തന്നെയാണ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന്റെ മേഖല തന്നെയാണ്. ഈ മേഖലയിൽ ശക്തമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ ഈ പൈറസി പോലുള്ള അല്ലെങ്കിൽ കടൽക്കൊള്ള പോലുള്ള വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനും കാര്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം തന്നെ ഭാരതത്തിന്റെ ഇടപെടൽ അനിവാര്യമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സമുദ്ര
സുരക്ഷയും മറ്റ് ആഭ്യന്തര സുരക്ഷ, മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ധാരണ ഇവയെല്ലാം തന്നെ ഇരു രാജ്യങ്ങളുമായി അന്തർദേശീയ തലത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നിരവധി ധാരണകൾ ഉണ്ടാകുമെന്ന ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയം നമുക്ക് മറ്റൊരു സുപ്രധാനമായ വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടത് മൗറീഷ്യസ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ എത്ര ഗൗരവത്തോടെ കാണുന്നു എന്നതാണ്. നമുക്കറിയാവുന്നതാണ്, അല്പസമയം മുമ്പ് നമ്മൾ കേട്ട മൗറീഷ്യസിന്റെ വിദേശകാര്യമന്ത്രി ധനഞ്ജയ റംഫുളിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രതീക്ഷയോടെയാണ് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായും അതുപോലെ തന്നെ സൈനികമായുമുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിരവധി ധാരണകൾ ഉണ്ടാകും. എങ്കിൽ കൂടി അതിനപ്പുറം അവരുടെ ശബ്ദം, അതായത് മൗറീഷ്യസ് ഉൾപ്പെടെയുള്ള ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദം കൃത്യമായി കേൾപ്പിക്കാൻ, ലോകത്തെ കേൾപ്പിക്കാൻ സാധ്യമായത് ഭാരതത്തിന്റെ ഒരു ഇടപെടൽ മൂലമാണ്. നമുക്കറിയാവുന്നതാണ്, G20 സമ്മേളനം ഭാരതത്തിൽ നടന്നപ്പോൾ അതിൽ പ്രത്യേക അതിഥിയായാണ് മൗറീഷ്യസ് പങ്കെടുത്തത്. അത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ മൗറീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ, അതായത് ആഗോള തലത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു വേദി ഒരുക്കാൻ സാധിച്ചു. ആ വേദി ഒരുക്കിയത് ആ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് ഏറെ പ്രാധാന്യത്തോടെയുണ്ട്. ആ ശബ്ദം, അതായത് ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദം ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കുന്നതിനെ ഗ്ലോബൽ സൗത്തിന്റെ നേതൃത്വ നിരയിലേക്ക്, അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിന്റെ നേതാവായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഭാരതത്തിന്റെ സഹകരണം ഏറെ അനിവാര്യമാണ്, അതുപോലെ തന്നെ ഏറെ പ്രതീക്ഷാ നിർഭരവുമാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് ഭാരതവും മൗറീഷ്യസുമായുള്ള ബന്ധത്തെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് മൗറീഷ്യസ്. അത് സമുദ്ര സുരക്ഷയുടെ കാര്യമാകട്ടെ, സൈനിക സുരക്ഷയുടെ കാര്യമായാലും, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ പ്രത്യേക അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകളിലെ, സമുദ്ര സാമ്പത്തിക മേഖലകളിലെ ഇടപെടൽ വഴി വ്യാപകമായ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലായാലും, അതിനൊപ്പം അവരുടെ ശബ്ദം കേൾപ്പിക്കുന്നതിന്, മൗറീഷ്യസിന്റെ ശബ്ദം ലോകത്തിന് മുന്നിൽ കേൾപ്പിക്കുന്നതിനെ ഒരു പ്രധാന സന്ദേശവാഹകരായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന ഒരു അംഗീകാരം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സ്വാഭാവികമായും അവരുടെ ദേശീയ ദിനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് അത്തരത്തിലൊരു ആദരവിന്റെ കൂടി ഭാഗമായാണ് മൗറീഷ്യസ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതുതന്നെയാണ് മൗറീഷ്യസ് വിദേശകാര്യമന്ത്രി റംഫളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു. ശരി, ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. കേരളത്തിലെ നുഴഞ്ഞുകയറ്റ ബംഗ്ലാദേശികളെ കണ്ടെത്താനുള്ള പരിശോധനകൾ അവസാനിപ്പിച്ച് സംസ്ഥാന പോലീസ്. എറണാകുളം റൂറൽ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ബംഗ്ലാദേശികൾ പിടിയിലായെങ്കിലും തുടർ പരിശോധനകൾ നിലച്ചിരിക്കുകയാണ്. നിയമ നടപടികൾ മുഴുവൻ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും നുഴഞ്ഞുകയറ്റക്കാരെ നാട് കടത്തുക. നിലവിൽ പിടിയിലായവർക്ക് ഭീകരവാദ ക്രിമിനൽ പശ്ചാത്തലങ്ങളില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആലുവ, അങ്കമാലി, പറവൂർ ഭാഗങ്ങളിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിയത്. പറവൂരിൽ തങ്ങിയിരുന്ന 27 ബംഗ്ലാദേശികൾ ഒരുമിച്ച് പിടിയിലായതായിരുന്നു ഓപ്പറേഷൻ ക്ലീൻ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ പേർ പിടിയിലായ സംഭവം. എന്നാൽ പിന്നീട് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കാതെ പോലീസ് പിൻവലിഞ്ഞു. ഇനിയും നൂറുകണക്കിന് ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറി കഴിയുന്നതായി സംശയിക്കുന്ന കേന്ദ്രങ്ങളിലടക്കം കൂടുതൽ പരിശോധനകൾ നടന്നില്ല. പിടിയിലായവർക്ക് ക്രിമിനൽ ഭീകരവാദ പശ്ചാത്തലങ്ങളില്ലെങ്കിലും അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നുകയറിയതിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. കുറ്റം തെളിയിക്കപ്പെട്ടാൽ കോടതി നൽകുന്ന ശിക്ഷ കൂടി അനുഭവിച്ച ശേഷമേ തിരികെ ബംഗ്ലാദേശിലേക്ക് അയക്കുകയുള്ളൂ. മറ്റു കുറ്റങ്ങളില്ലെങ്കിൽ 2 വർഷത്തെ തടവ് ശിക്ഷ വരെയാണ് ലഭിക്കാറുള്ളത്. ഇതിനുശേഷമാണ് നാടുകടത്താനുള്ള നടപടികളിലേക്ക് കടക്കുക. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയടക്കം ഇതിന് ലഭിക്കണം. വ്യാജ തിരിച്ചറിയൽ രേഖകളിലാണ് ബംഗ്ലാദേശികൾ തങ്ങുന്നത്. എന്നാൽ നുഴഞ്ഞുകയറിയെത്തി ഇവിടെ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുമുണ്ട്. അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെ കണ്ടതായുള്ള ഫോൺ കോളുകളും രഹസ്യവിവരങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിലും ഇതു സംബന്ധിച്ചും ഊർജിതമായ അന്വേഷണങ്ങളില്ല. ഇതിനിടെ നേരത്തെ നടന്ന പരിശോധനകൾക്ക് പിന്നാലെ തന്നെ ബംഗ്ലാദേശികളിൽ പലരും ഒളിവിൽ പോയിരുന്നു. ജനം, കൊച്ചി. വീണ്ടും വാർത്തകളിലേക്ക്. ന്യൂയോർക്കിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബുണ്ടെന്ന ഭീഷണിയെ തുടർന്ന് വിമാനം മുംബൈ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി. വിമാനത്തിനുള്ളിലെ ശുചിമുറിയിൽ നിന്ന് യാത്രക്കാരന് ലഭിച്ച കുറിപ്പിലായിരുന്നു ഭീഷണി സന്ദേശം. 320 യാത്രക്കാരുമായി തിരികെ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത വിമാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഭീഷണി വ്യാജമാണെന്ന് വ്യക്തമായതിനെ തുടർന്ന് വിമാനം പിന്നീട് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അവധി ആഘോഷത്തിനിടെ കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നു. 20-കാരി സുദീക്ഷ കൊനാക്കിക്കൊപ്പം താമസിച്ചിരുന്ന യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ അന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതായി ഇന്ത്യൻ എംബസിയും അറിയിച്ചു. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പുൻഡാക്കന കടൽ തീരത്തെ ഹോട്ടലിൽ വെച്ചാണ് 20-കാരിയെ കാണാതാകുന്നത്. മാർച്ച് 6-ന് പ്രാദേശിക സമയം പുലർച്ചെ 4 മണിയോടെയാണ് സുദീക്ഷയെ അവസാനമായി കാണുന്നത്. 5 സ്ത്രീകളും 2 പുരുഷന്മാരുമടങ്ങുന്ന സംഘം യുവതിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു.
സംഭവം നടന്ന് 12 മണിക്കൂറിന് ശേഷമാണ് ഒപ്പമുണ്ടായിരുന്നവർ പരാതിപ്പെട്ടതെന്നും ആരോപണമുയരുന്നുണ്ട്. സിവിൽ ഡിഫൻസ് ടീമുകൾ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും സുദീക്ഷയെ കണ്ടെത്താനായില്ല. ഒപ്പം താമസിച്ചിരുന്ന യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. യുഎസിലെ പിറ്റ്സ്ബർഗ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് 20-കാരി സുദീക്ഷ. 2006 മുതൽ യുഎസിൽ സ്ഥിരതാമസമാണ് സുദീക്ഷയും കുടുംബവും. സംഭവത്തിൽ പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെടുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മാർക്ക് കാർണി കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രിയാകും. ലിബറൽ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 85% വോട്ട് നേടി അദ്ദേഹം വിജയിച്ചു. ലിബറൽ പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഉടൻ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കും. ജനുവരിയിൽ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച ഒഴിവിലേക്കാണ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ 85.9% വോട്ട് നേടിയ മാർക്ക് കാർണി വിജയിച്ചു. വൈകാതെ അദ്ദേഹം പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കും. America is not Canada. And Canada never, ever will be part of America in any way, shape, or form. We didn't ask for this fight. We didn't ask for this fight. But Canadians are always ready when someone else drops the gloves. So the Americans, they should make no mistake, in trade as in hockey, Canada will win. അമേരിക്കയും കാനഡയും തമ്മിലുള്ള വിഷയങ്ങളിലെ നിലപാടുകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത്. അമേരിക്കയുമായുള്ള വാണിജ്യ യുദ്ധം പരിഹരിക്കുക തന്നെയാണ് മാർക്ക് കാർണിയുടെ പ്രഥമ പരിഗണന എന്ന് വ്യക്തം. ഒക്ടോബർ 20 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മാർക്ക് കാർണി ആയിരിക്കും പാർട്ടിയെ നയിക്കുക. അമേരിക്കയുമായുള്ള വിവിധ വിഷയങ്ങൾ ഉൾപ്പെടെ വൻ വെല്ലുവിളികളാണ് മാർക്ക് കാർണിയെ കാത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സിറിയയിലെ ആഭ്യന്തര കലാപത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽഷാറ. ആരും നിയമത്തിന് മുകളിൽ അല്ലെന്നും അഹമ്മദ് അൽഷാറ മുന്നറിയിപ്പ് നൽകി. കലാപത്തിൽ 1000-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഒരാഴ്ചയിലേറെയായി സിറിയയിൽ കലാപം തുടരുകയാണ്. ലിറ്റാക്കയിലും ടാർട്ടസിലുമാണ് വ്യാപക ആക്രമണം നടക്കുന്നത്. ബഷാർ അൽ അസദിനെ പിന്തുണയ്ക്കുന്ന അലാവൈത്ത് വിഭാഗങ്ങളാണ് സൈന്യവുമായി ഏറ്റുമുട്ടുന്നത്. സാധാരണക്കാരെ കൊലപ്പെടുത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ മുന്നറിയിപ്പ് നൽകി. സംഘർഷത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ثم تعرضت مؤخرا لمحاولات عديدة لزعزعة استقرارها وجرها إلى مستنقع الفوضى. واليوم ونحن نقف في هذه اللحظة الحاسمة نجد أنفسنا أمام خطر جديد يتمثل في محاولات فلول النظام الساقط ومن ورائهم من الجهات الخارجية خلق فتنة جديدة وجر بلادنا إلى حرب أهلية بهدف تقسيمها وتدمير وحدتها واستقرارها. إننا نعلم تماما أن هذه المخاطر التي نواجهها اليوم ليست مجرد تهديدات عابرة. 830 സാധാരണക്കാരും 300ഓളം സൈനികരുമാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഡിസംബറിൽ ബഷാർ അൽ അസദ് പുറത്താക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും ആരംഭിച്ചിരുന്നു. നിയന്ത്രണ വിധേയമായിരുന്ന ആക്രമണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ വ്യാപകമാവുകയുമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രാജഭരണം തിരിച്ചുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നേപ്പാളിൽ പ്രക്ഷോഭം. പൊഖ്രയിൽ നിന്ന് മടങ്ങിയെത്തിയ രാജാവ് ജ്ഞാനേന്ദ്ര ഷായെ സ്വീകരിക്കാനെത്തിയ അനുകൂലികൾ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ തടിച്ചുകൂടി. മണിക്കൂറുകളോളം വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനവും സ്തംഭിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, വളരെയധികം നാടകീയമായ രംഗങ്ങളാണ് നടക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും വിഷ്ണു, ഏറെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഉണ്ടായത് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെ അദ്ദേഹം, അതായത് രാജാവ് ജ്ഞാനേന്ദ്ര രാജാവ് തിരിച്ചെത്തിയ ആ ഒരു വേളയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. രാജാവ് തിരിച്ചെത്തിയ കാഠ്മണ്ഡു വിമാനത്താവളത്തിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ വൻതോതിൽ ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടുകയും അതുപോലെ തന്നെ ആ വിമാനത്താവളത്തിന്റെ മുന്നിലുള്ള റോഡിലും അതുപോലെ തന്നെ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്ക് പ്രയോജനപ്പെടുന്ന റോഡുകളിലും എല്ലാം തന്നെ വലിയ തോതിൽ ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, രാജഭരണം തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം രാജാവിനൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ രാജാവിനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ ആ ജ്ഞാനേന്ദ്രയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഇടതുപക്ഷ സ്വഭാവമുള്ള, കുറെ കൂടി തീവ്ര സ്വഭാവമുള്ള, ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഭരണകൂടമാണ് ഇപ്പോൾ നേപ്പാളിലുള്ളത്. KP ശർമ്മ ഒലി നയിക്കുന്ന ആ ഭരണകൂടത്തിനെതിരെ ഇത്തരത്തിലുള്ള ചില വികാരങ്ങൾ ഉയർന്നു വരുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. രാജഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ആവശ്യമാണ് തീർച്ചയായും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ
സാഹചര്യത്തിൽ രാജ്യഭരണം തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടക്കുന്നത് തന്നെ ഒരു കൗതുകകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല, പൂർണ്ണമായും ഹിന്ദു രാഷ്ട്രമായിരുന്ന നേപ്പാളിനെ അത്തരത്തിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അനിവാര്യത നേരത്തെ ഉണ്ടായിരുന്നത് പോലെ അത്തരത്തിലുള്ള അനിവാര്യമായി നിലനിർത്തണമെങ്കിൽ രാജ്യഭരണം തിരിച്ചു വരണമെന്നൊരു ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചൊരു പ്രതികരണമൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ നിലപാടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ഗൗരവതരമായ ഒരു വിഷയം. തീർച്ചയായും ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾ തുടർന്നും ഇക്കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും, ലോകം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പ്രക്ഷോഭം നടന്നിരിക്കുന്നു. അത് രാജ്യഭരണം തിരിച്ചു കൊണ്ടുവരണമെന്നൊരു ആവശ്യമാണ് പ്രക്ഷോഭത്തിന്റെ പിന്നിലുള്ളത് എന്നതും ഏറെ ഗൗരവമുള്ളതും ഏറെ കൗതുകമുള്ളതുമായ ഒരു കാര്യമായി തന്നെ തുടരുകയാണ്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക് ഇനി നോക്കാം. വിജയാഹ്ലാദം. കിവീസിനെ തകർത്ത ചാമ്പ്യൻസ് ട്രോഫി ചൂടുമ്പോൾ രോഹിത്തും ടീമും വിരൽ ചൂണ്ടിയത് വെറുമൊരു വിജയത്തിലേക്കല്ല, ഒറ്റക്കെട്ടെന്ന ഓർമ്മപ്പെടുത്തലിലേക്കുമാണ്. ഒരു കളിയും തോൽക്കാൻ മനസ്സില്ലെന്ന ഉറപ്പിന് പിന്നിൽ ഒരു ടീമിൻ്റെ തന്നെ ഒത്തിണക്കമുണ്ടായിരുന്നു. പന്ത്രണ്ട് വർഷത്തെ വറുതിക്കൊടുവിൽ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം, ചാമ്പ്യൻസ് ട്രോഫിയിൽ 3ാം മുത്തം. ഓർത്തു പറയേണ്ട പേരുകളേക്കാൾ ഒരുമിച്ചു പറയേണ്ട വാക്കൊന്നേ ഉള്ളൂ, ഇന്ത്യ. എങ്കിലും പേരെടുത്തു പറയാതെ പറ്റില്ലല്ലോ. നായകവേഷമഴിച്ച് വിരമിച്ചു വീട്ടിലിരിക്കുമെന്ന് കരുതിയോർക്ക് രോഹിത്തിന്റെ വക 2 തരം മറുപടി. അർദ്ധ സെഞ്ചുറിയും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും. One more thing, I'm not going to retire from this format, just to make sure that no rumors are spread moving forward. കലാശത്തിൽ മങ്ങിയെങ്കിലും പഴയ കോഹ്ലിയെ കണ്ടെന്ന ആഹ്ലാദം. യുവിക്ക് ശേഷം അതേ ഇടം ഭദ്രമാക്കാൻ ശ്രേയസ്സുണ്ടെന്ന ആത്മവിശ്വാസം. കരുതലോടെ ക്ലാസ്സാകാൻ ശുഭ്മാൻ ഗില്ലും ഉചിത നേരത്തുറപ്പാകാൻ രാഹുലും. കൈവന്ന അവസരങ്ങളുടെ അരികു ചേർന്ന് അക്സർ എന്ന ഓൾറൗണ്ടറുടെ പാകപ്പെടൽ. വിമർശനങ്ങളെ മികവിന്റെ ആറ്റിറ്റ്യൂഡിനാൽ മറികടന്ന ഹാർദിക്. ഏറുമൂർച്ചയിൽ എതിരാളിയെ പിന്നോട്ടു വലിച്ച സർ ജഡേജ. ടീമിലേക്കുള്ള വരവ് പോലെ അപ്രതീക്ഷിത പന്തുകളാൽ വിസ്മയിപ്പിച്ച വരുൺ ചക്രവർത്തി. അത്ര പോരെന്ന വിമർശനങ്ങളെ ഇത്ര മതിയോ എന്ന മറുപടി ഫൈനലിലെ കുത്തിത്തിരിയുന്ന പന്തുകൾ കൊണ്ട് കാട്ടിക്കൊടുത്ത കുൽദീപ്. ബുംറയില്ലെന്ന ക്ഷീണം തെല്ലുമില്ലെന്നാവർത്തിച്ച് ഷമിയും ഹർഷിതും. പിന്നെ ഋഷഭും ആർഷ്ദീപും വാഷിംഗ്ടണും. എല്ലാവരുമാണ് ഇന്ത്യ, എല്ലാവരിലുമാണ് ഈ വിജയം. സ്പോർട്സ് ഡെസ്ക്, ജനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.